ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുക്കിംഗ് പ്ലേലിസ്റ്റിലേക്ക് ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യുന്നുണ്ട്. പേരൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിതിന് എഗ്ഗി പൊട്ടറ്റോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയും പൊട്ടറ്റോയും തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പേരിട്ടത് കേട്ടോ. അതിനായിട്ട് ഇവിടെ 5 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നന്നായി തൊലി കളഞ്ഞ് ചിരണ്ടി എടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പുഴുങ്ങിയെടുക്കും. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങും മുട്ടയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി 3 മുട്ട, 5 ഉരുളക്കിഴങ്ങിന് ഞാനിവിടെ 3 മുട്ടയാണ് പുഴുങ്ങാനിട്ടിരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതിയാക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ, വേവാൻ എളുപ്പത്തിന്. പകുതിയാക്കിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും മുട്ടയും വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ചെയ്തെടുക്കാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മല്ലിയില ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. മല്ലിയില അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ. ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുക്കുക. അതുപോലെ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഒരു തവിക്ക് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ നേരത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നിലും ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. ഉരുളക്കിഴങ്ങിൽ നിന്നുള്ള ഉപ്പ് എല്ലാത്തിനും കിട്ടാൻ പാകത്തിനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പുഴുങ്ങി വെച്ച മുട്ട നമുക്കിതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. 3 മുട്ട പുഴുങ്ങിയതും ഇതിലേക്ക് ഇതുപോലെ ചിരണ്ടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മസാലപ്പൊടി. അപ്പോൾ ഇതിൽ ഡ്രൈ ആയിട്ടല്ല, പച്ചയായിട്ട് തന്നെയാണ് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മസാലയാക്കിയിട്ട് നല്ലപോലെ കുക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഡയറക്റ്റ് ഇട്ടേക്കുവാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കൈക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലിനി ഉടയാത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളുണ്ട്, അത് ഞാൻ കൈക്ക് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉടച്ചെടുക്കാനല്ല എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ മുട്ട ഗ്രേറ്റ് ചെയ്ത് കാണിച്ച പോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്താലും മതി. ഇനി ഇത് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് പാൻ വയ്ക്കുന്ന. ഇനി പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിക്കില്ലേ, ആ ഒരു പാകം. കാരണം കട്ട്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായിട്ട് ബോളുകളാക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഷേപ്പ് കിട്ടാനായിട്ട്. ഇത് ഷേപ്പാക്കി എടുത്ത ശേഷം നമ്മൾ മുട്ട കൊത്തി ഒഴിച്ച് വെച്ചതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ടിത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് വയ്ക്കുകയാണ്. ഒന്നുകൂടെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബ്രെഡ് ക്രംസ് ശരിക്ക് പിടിക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന ഷേപ്പ് ഇതാണെന്നുള്ളൂ. അങ്ങനെ എല്ലാം ബോൾസായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്തേക്ക് നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഇടാനുള്ള അത്രയും ഇതുപോലെ ആക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചെയ്തെടുത്തത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇത് ഫുള്ള് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫുൾ തീയിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ. ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോഴാണ് ഉൾവശമൊക്കെ വേവുക. നമ്മൾ പച്ചക്കാണ് മസാലകളെല്ലാം ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെന്ത് വരാനായിട്ട് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം ഇതുപോലെ മറിച്ചിടുക. അപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമ്മളിനി ഇത് കോരി എടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ടൊമാറ്റോ സോസോ എന്താണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു സ്നാക്കാണ്. ചെയ്ത് നോക്കി കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ഒരു ടിപ്പായിട്ട് ഇനി പറയുന്നതാണ്. നമ്മൾ എണ്ണയിൽ നിന്ന് ഇത് കോരി എടുക്കാൻ നേരത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കോരി എടുക്കുക. തീ ഓഫ് ചെയ്തിട്ട് കോരി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുറേയും കൂടെയും ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ എണ്ണ കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒത്തിരി ഓയിലി ആയി പോവാതിരിക്കാനായിട്ട് നമ്മൾ തീ കുറച്ചിട്ടുകൊണ്ട് തന്നെ ഇത് കോരി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ.
താങ്ക്